ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് മൂവി ജനുവരി മാസം 2025 ജനുവരി മാസം ഒരുപാട് പടങ്ങൾ ഇറങ്ങി. അപ്പോൾ അതിലെ ഒരു ആദ്യത്തെ ഹിറ്റ് മൂവി 2025 വർഷത്തെ ഹിറ്റ് മൂവി അതാണ് രേഖാചിത്രം. അതുപോലെ ആസിഫ് അലിയുടെ പോലീസ് ക്യാരക്ടറിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പടം. ആസിഫ് അലിയുടെ ഒരുപാട് സിനിമകൾ ഇതിന് തൊട്ട് മുമ്പൊക്കെ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ പോലീസ് ക്യാരക്ടറിലൊക്കെ ഇറങ്ങി വളരെ മനോഹരമായിട്ട് അതിൽ അഭിനയിച്ച്. അപ്പോൾ അതുപോലെ ഇതിലും വളരെ അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു അടിപൊളി പടം. അനശ്വര രാജൻ്റെ കിട്ടില്ല ഒരു ക്യാരക്ടർ, നല്ല അഭിനയം, കാര്യം എല്ലാം സൂപ്പർ, കൊള്ള, അടിപൊളി. കഥയുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് കഥയുടെ സ്ക്രിപ്റ്റ്, കഥ, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ആക്ടേഴ്സ് എല്ലാം പൊളിയായിരുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു കുറ്റോ ലോജിക്കോ അങ്ങനെ ഒന്നും നോക്കാനില്ലാത്ത നല്ല അടിപൊളി ഒരു പടം. അപ്പോൾ ഇപ്പോൾ OTT കിടന്ന് കറങ്ങുന്നുണ്ട്, കാണാൻ പറ്റുന്നുള്ള എല്ലാവരും കാണുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ പഴയ സിനിമ മമ്മൂട്ടിയുടെ കാതോട് കാതോരം എന്ന സിനിമയുടെ ആ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി ആ ലിങ്ക് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു കഥ എഴുതി പൂർത്തിയാക്കി കൊണ്ടുപോകുന്ന ഞാൻ അതൊരു നിസ്സാര പണിയായിട്ട് അങ്ങ് തോന്നുന്നില്ല. ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് മാച്ച് ചെയ്ത് ഇപ്പോഴത്തെ സാഹചര്യവും ആ ഒരു സാഹചര്യം എല്ലാം മാച്ച് ചെയ്ത രീതിയിൽ ആ സ്ക്രിപ്റ്റ് എഴുതിയതും ആ കഥ കൊണ്ടുപോകുന്ന രീതിയൊക്കെ വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ലാഗില്ലാതെ, ഒരു തരി ലാഗ് ഒരിടത്തും ഇല്ലാതെ വളരെ അടിപൊളിയായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിയ ഒരു പടമാണ് രേഖാചിത്രം എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ മൊബൈലിലാണ് കണ്ടത്. നല്ല അടിപൊളിയായിട്ടിരുന്ന് കാണാൻ പറ്റി. തിയേറ്ററിൽ കണ്ടവർ ഭാഗ്യവാന്മാരാണ്. കൊടുത്ത പൈസ മുതലായിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു കുറ്റം പറയാനൊന്നും അതിലില്ല. എനിക്കും പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു കൊലപാതകം 4 പേർ ചേർന്ന് നടത്തിയ, 4 പേർ ചേർന്നല്ല, കൊലപാതകം ചെയ്തത് 2 പേരാണ്. പക്ഷേ അതിൽ പങ്കാളികളായിരിക്കുന്നത് ഒരു 4-5 പേര് പങ്കാളിയായി. അപ്പോൾ അത് ആ ഒരു സീനാണ് കാതോട് കാതോരത്തിലുള്ളത്. അപ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വയസ്സായിട്ട് വരുമ്പോൾ പഴയ കാലങ്ങളെ പറ്റിയുള്ള ചെറിയ കുറ്റബോധമൊക്കെ വരുമല്ലോ. ആ ഒരു കുറ്റബോധം തോന്നി നമ്മുടെ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ പറയുന്നു, നമ്മൾ പണ്ട് ഇതേപോലെ ഒരു കൊല ചെയ്തിട്ടുണ്ട്, ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ടൊക്കെ ചെയ്തൊരു കൊലപാതകം മറച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാട്ടിനകത്ത് പോയിരിക്കുകയും ആ സിദ്ദിഖിരിക്കുന്ന സീൻ്റെ അവിടെ നിന്ന് ഒരു അസ്ഥികൂടം കിട്ടുകയും ആ അസ്ഥികൂടത്തിന് ചുറ്റിപ്പറ്റി ഉള്ള കഥയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു പോലീസ് ക്രൈം ത്രില്ലർ, അങ്ങനെയാണ് എനിക്കിങ്ങനെ പറയാനുള്ളത്. സംഭവം തിയേറ്ററിൽ പോയി കാണാനുള്ളതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ തിയേറ്ററിൽ പോയി ഒരു സിനിമയും കാണാറില്ല, അതാണ് സംഭവം. പക്ഷേ OTT വരുമ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും കുറേ പടങ്ങളോടെ വന്ന് കിടക്കുന്നുണ്ട്, അതും കൂടെ ഇതിപ്പോൾ കാണണം. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അതിയായ ആഗ്രഹത്തോടെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് രേഖ. നമ്മുടെ അനശ്വര രാജൻ്റെ കഥാപാത്രം വളരെ മനോഹരമായിട്ട് അനശ്വര ചെയ്ത ഒരു കഥാപാത്രമായിട്ടായിരുന്നു. വളരെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. അനശ്വരയുടെ ആ ഒരു അഭിനയവും നമ്മൾ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ ആദ്യമായിട്ട് നമ്മൾ നേരെ കാണുമ്പോഴുള്ള നമ്മുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അനശ്വര രാജൻ ചെയ്തു. അപ്പോൾ അനശ്വര രാജൻ്റെ ആ ഒരു കഥാപാത്രം പറയുകയാണെങ്കിൽ ദൃശ്യത്തിലെ വരുണിനോട് നമുക്ക് സാമ്യപ്പെടുത്താം. കാര്യം എന്തിനാണ് മരിച്ചതെന്ന് വരുണും അറിഞ്ഞുകൂടാ, വരുൺ അറിഞ്ഞുകൂടാന്നല്ല, വരുൺ അറിയാം. പക്ഷേ അനശ്വരയ്ക്ക് അതിനെപ്പറ്റി പിടുത്തമില്ല. ഞാൻ ഇത് എന്തിന് മരിച്ച്, അത് പോട്ടെ, വരുണായിട്ടല്ല, KGF അവസാനം ഫസ്റ്റ് പാർട്ടിലെ വില്ലൻ ഉണ്ടല്ലോ, നമ്മൾ റോക്കി ബൈ തലകർത്ത് കൊല്ലുന്നത്, ആ വില്ലനുമായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് താരപ്പെടുത്താം. കാര്യം ആ വില്ലൻ അറിഞ്ഞുകൂടാ ഇതാടെ ഇത് എന്തിൻ്റെ എന്നെ വന്ന് കൊന്നേന്നുള്ള ആ ഒരു വില്ലൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അതേപോലെയാണ് അനശ്വര രാജൻ്റെ ക്യാരക്ടർ. ആ അനശ്വര രാജൻ അറിഞ്ഞുകൂടാ എന്തിനാണ് എന്നെ അവർ കൊല്ലുന്നത്, എന്തിനാണെന്ന് അനശ്വരയ്ക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ള ഒരു മനോഹരമായ, എൻ്റെ കഥയൊക്കെ പറയാൻ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എങ്കിലും എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ അങ്ങോട്ട് പുറത്തോട്ട് വരില്ല, അതാണ് സംഭവം. അതുപോലെ ആസിഫ് അലിയുടെ ക്യാരക്ടർ റമ്മി കളിച്ച്, ഡ്യൂട്ടി സമയത്ത് റമ്മി കളിച്ച് ജോലി പോയ ഒരു ക്യാരക്ടറായിട്ടാണ് തുടക്കത്തിൽ കാണിച്ച് തുടങ്ങുന്നത്. വളരെ ബുദ്ധിമാനായ, ഇൻ്റലിജൻ്റായ, ജോലിയുടെ ആത്മാർത്ഥതയൊക്കെ ഉള്ള, അതിലുപരി സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും കയറി, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തെളിയിക്കണം എന്ന വാശിയോടെ ഈ കേസ് അന്വേഷിച്ച് തുടങ്ങുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആസിഫ് അലി. ആസിഫ് അലിയുടെ റോള് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അവസാനം സായ് കുമാറിൻ്റെ റോള് വരുന്നുണ്ട്. സായ് കുമാറിൻ്റെ റോള് നമ്മുടെ ലൂസിഫർ, ദൃശ്യം സെക്കൻഡ്, ആ ഒരു ലെവൽ ക്യാരക്ടർ, ഒരു കഥ പറയാൻ വേണ്ടി, ഫ്ലാഷ് ബാക്ക് പറയാൻ വേണ്ടി സിനിമയിൽ വന്നൊരു ക്യാരക്ടർ, ഒരു എന്തോന്ന് പറയാൻ, ഒരു കണ്ടിന്യൂറ്റി പോലത്തെ ഒരു ഇത്, സെയിം ക്യാരക്ടർ തന്നെ കുറേ സിനിമയിൽ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ ക്യാരക്ടർ സിദ്ദിഖുണ്ട് ഇതിൽ, സിദ്ദിഖുണ്ട്. അപ്പോൾ ആ സിദ്ദിഖിൻ്റെ ക്യാരക്ടറും ആ ഒരു ക്യാരക്ടർ അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുപോലെ മനോജ് കെ ജയൻ്റെ ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മനോജ് കെ ജയൻ്റെ ഭാര്യയായിട്ട് അതിൽ ചെയ്ത അതെല്ലാം വളരെ നന്നായിട്ടിരുന്നു. ആക്ടേഴ്സ് എല്ലാം വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ
വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. അതിൽ ആദ്യം ഒരു മദറിനെ കാണിക്കുന്നുണ്ട്. അപ്പം സാധാരണ നമ്മൾ കോൺവെൻറ്റിലൊക്കെ കാണുന്ന മദർ എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രായമുള്ള ഒരു ഒരാളെ ആയിരിക്കും മദർ എന്നുള്ള ആ രീതിയിൽ. എന്ന് പറഞ്ഞാൽ മദർ എന്ന് പറയുമ്പോൾ ആ ഒരു കോൺവെൻറ്റിലെ ഹെഡ് ഇത്തിരി പ്രായമുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ വെക്കും പോലെ തോന്നും. പക്ഷെ അതിൽ കാണിക്കുമ്പോൾ ഇനി ചർമ്മം കണ്ടാൽ പ്രായം പറയാൻ പറ്റാത്തതായിരിക്കും എന്നറിയില്ല, എങ്കിലും അല്പം ഏജ് കുറവായതുപോലെ തോന്നി. തോന്നി, വേറെ വിഷയമൊന്നുമില്ല, അങ്ങനെ തോന്നി, അത്രയേ ഉള്ളൂ. ഒരു ലാഗില്ല, ഒരലുമ്പുമില്ല, മനോഹരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ പടം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. OTT കിടപ്പുണ്ട്, പുതിയ കുറേ പടങ്ങൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വീണ്ടും എൻ്റെ ചെറിയ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.